കഴിഞ്ഞ ക്രിസ്മസിന് കാക്കനാട് ജില്ലാ ജയിലൊരു പരിപാടി അവതരിപ്പിക്കാൻ പോയി. കെസ്റ്ററിൻ്റെ കൂടെയാണ് പോയത്. ഇപ്പോൾ പാട്ടുകളൊക്കെ ഞാൻ സെലക്ട് ചെയ്തത്. അവിടെയുള്ള ആൾക്കാരെ സാന്ത്വനപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തു. ഒരു സ്ക്രിപ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പരിപാടി തുടങ്ങി. ആദ്യത്തെ പാട്ട് എൻ്റെ ദൈവം എനിക്ക് നൽകിയ സ്നേഹ സമ്മാനം ജീവിതം, എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ രണ്ടാമത്തെ പാട്ട് ഒന്നുമില്ലായ്മ നിന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവം, പെറ്റമ്മ മറന്നാലോ എന്നുള്ള മൂന്നാമത്തെ പാട്ട്. നാലാമത്തെ പാട്ട് ക്ഷമാശീലന യേശു എന്നുള്ള പാട്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടിങ്ങനെ പാടുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി വൈബ് അങ്ങോട്ട് ശരിയാവുന്നില്ല. കാരണം ആൾക്കാരത്ര ഇൻവോൾവ് അല്ല. നാലാമത്തെ ക്ഷമാശീലനം എന്നുള്ള പാട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും പുറകെ നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ചോദിച്ചു, അതെ സിനിമ പാട്ട് വല്ലതും ഉണ്ടോ? ഞാൻ കാര്യം മനസ്സിലായി. ഞങ്ങൾ പതുക്കെ ട്രാക്ക് മാറ്റി. എസ്റ്റർ 1-2 സിനിമ പാട്ടൊക്കെ പാടി, അവരുടെ ഇടയിൽ നിന്ന് ആൾക്കാരൊക്കെ കയറി പാടി. അങ്ങനെ ഒരു ചെറിയ വൈബൊക്കെ ഇട്ട് വലിയ തട്ടില്ലാതെ പരിപാടി അവസാനിപ്പിച്ചു. പരിപാടി കഴിഞ്ഞ് പോരുമ്പോൾ അവിടുത്തെ വെൽഫെയർ ഓഫീസറോട് ഞാൻ പറഞ്ഞു, സാറേ ഒരു ചാൻസും കൂടി തരണം, ഇപ്പോഴാണ് ശരിക്കും ഇവിടുത്തെ പൾസ് മനസ്സിലായത്. അപ്പോൾ സാറ് ചിരിച്ചിട്ട് പറഞ്ഞു, ഇപ്പം മനസ്സിലായല്ലോ, ഇവിടെ ഇങ്ങനെയാണെച്ചാ. നമുക്ക് മുറിയിലിരുന്നൊരു സ്ക്രിപ്റ്റൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലിരുന്ന് അവരുടെ പൾസ് മനസ്സിലാക്കിയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് കുറേയും കൂടി പവർഫുൾ ആകുമെന്ന് മനസ്സിലായി. ഈശോ ശിഷ്യന്മാരെ വിളിക്കുന്നത് കം ആൻഡ് സീ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇന്നത്തെ ഗോസ്പലിൽ ഈശോ അവരോട് പറയുന്നത് ഗോ ആൻഡ് സീ. നിങ്ങൾ ചെന്ന് നോക്കുവേൻ, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പുണ്ട്, അവരുടെ ആവശ്യം എന്താണ്, ജനക്കൂട്ടത്തിൻ്റെ ആവശ്യം എന്താണ്, ഗോ ആൻഡ് സീ. അത് നിങ്ങൾ ചെന്ന് പഠിക്കാൻ ഈശോ പറയുന്നത്. ഒരു നല്ല ഇടയനെന്ന് പറയുന്നത് പള്ളിമേടയിൽ ഇരുന്നിട്ട് ആളുകളുടെ ആവശ്യം ഇതാണെന്ന് പറഞ്ഞ് തീരുമാനിക്കുന്ന ആളല്ല. ആളുകൾക്കിടയിൽ ഇരുന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ്. അതാണ് ഈശോ പറയുന്നത്, ഗോ ആൻഡ് സീ. നിങ്ങൾ ചെന്ന് നോക്ക്, നിങ്ങളുടെ ജനത്തിൻ്റെ ആവശ്യം എന്താണ്, പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്,